അനുഗ്രഹ സംഘത്തിനും കർത്താവിൻ്റെ ദാസനും പാസ്റ്റർ ടോൾസൺ പരസ്യമായി നമ്മുടെ വാത്സല്യ മകളുടെയും അവളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അതിൽ ഓരോ വരികളും ബ്ലെസ്സിങ്സ് ആണ്. നമ്മൾ എണ്ണി വായിച്ച 10-15 അനുഗ്രഹങ്ങൾ ആ സംഘത്തിനുണ്ട്. Psalms 23, please. The Lord is my shepherd, I shall not want. He makes me lie down in green pastures. He leads me beside still waters. He restores my soul. He leads me in paths of righteousness for His name's sake. Even though I walk through the valley of the shadow of death, I will fear no evil, for You are with me. Your rod and Your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil, my cup overflows. Surely goodness and mercy shall follow me all the days of my life, and I shall dwell in the house of the Lord forever. Hallelujah. അവരുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ ബാലവാക്യം ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ 20-ാമത്തെ വയസ്സിൽ കണ്ണിൻ്റെ കാഴ്ച പോയതിനു ശേഷം യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് 1000-ലധികം പാട്ടുകളാണ് അതിലൊരു പാട്ടാണ് This is my story, this is my soul, praising my Savior. ഇത്ര നാളിൽ കൂടി ജീവിച്ചിരിക്കുന്നു നമ്മുടെ കുടുംബമായിട്ട് യേശുവിനെ സ്തുതിക്കുന്നു. നമുക്ക് അവരെ ഒന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. This is my story, this is my soul, praising my Savior all the day long. This is my story, this is my soul, praising my Savior all the day long. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹ മൂലം ഞങ്ങൾ ഈ രാവിലെ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രായം വരെ അവളെ വളർത്തുവാൻ ഞങ്ങളുടെ സന്നിധാനം നിന്റെ ദാസിക്കും നീ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നീ അവരുടെ കുടുംബത്തെ ഇത്രത്തോളം നടത്തുക. കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു, അവരെ പഠിപ്പിച്ചു, അവരെ വളർത്തി, ആവശ്യമായ എല്ലാ നന്മകളും അവർക്ക് കൊടുത്തു. സമയമായപ്പോൾ അവരെ അടുത്ത രാജ്യങ്ങളിലേക്ക് ദൈവം അയച്ചു. നല്ല നന്മ നീ അവർക്ക് കൊടുത്തു. ഇതിന്റെ എല്ലാം പുറകിൽ പിതാക്കന്മാരുടെ അധ്വാനവും ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ സേവിക്കാൻ ഇറങ്ങി. അവർ ക്രൂശെ തൊട്ട് തഴമ്പ് അവരുടെ കയ്യിലുള്ളതിനാൽ മക്കളെയും കൊച്ചുമക്കളെയും കൈവിടാൻ ഒക്കത്തില്ല. ക്രൂശിന്റെ അറ്റം തൊട്ട കുറേനക്കാരന്റെ മക്കൾ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായതുപോലെ ഞങ്ങളുടെ പിതാക്കന്മാർ അത്യധ്വാനം ചെയ്ത വഴികളിൽ ദൈവത്തിന്റെ കരുതൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞിനെ നീ ഇത്രത്തോളം നടത്തി ഇന്ന് അവൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൾക്ക് ആവശ്യമായ ദൈവത്തിന്റെ കൃപ നീ അവളുടെ മേൽ ധാരാളമായി ചൊരിയണമേ. നല്ല ഇടയനായ കർത്താവോടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല.
പച്ചയായ പുൽപ്പുറങ്ങൾ ദൈവം നിനക്ക് നൽകാൻ പോകുകയാണ്. സ്വസ്ഥതയുള്ള വെള്ളം, നിന്റെ ലൈഫിൽ അസ്വസ്ഥത വരുമ്പോൾ സ്വസ്ഥതയുള്ള വെള്ളം ദൈവം നിനക്ക് തരും. നിന്റെ പ്രാണൻ ചൂട് പിടിക്കുമ്പോൾ നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. നിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് പിശാച് നിന്നെ തൊടാതെ അവൻ നിന്നെ സൂക്ഷിക്കും. നിന്റെ ഭൗതിക നന്മ നിറയുകയും കവിയുകയും ചെയ്യും. പക്ഷെ മറക്കരുത്, ആയുഷ്കാലം മുഴുവൻ നീ അവനെ സേവിച്ചോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ കൈവച്ച് നിന്റെ മകളെ അനുഗ്രഹിക്കും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. യഹോവ തിരുമുഖം പ്രകാശിപ്പിച്ച് നിനക്ക് ഉത്തരം അരുളുമാറാകട്ടെ. ആകാശത്തിന് വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ട് അവൻ നിന്നെ ആശീർവദിക്കുമാറാകട്ടെ. ഞങ്ങൾ യാത്ര തിരിക്കുന്നു. കൃപ കൂടെയുണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ പിതാവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, പ്രത്യേക ഇന്നത്തെ ശുശ്രൂഷകളോടും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തോടും കർത്തൃവരവോളം എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. That flows like a river, washing over me. Fount of heaven, love of Christ, overflow in me. Thank you, Jesus. You set me free. Christ my Savior, you rescue